ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചാനലിപ്പോൾ 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാനിതിപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഓവനൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുക്കുമ്പോൾ നല്ലവണ്ണം വടിച്ചെടുക്കണം. അപ്പോൾ 250 ml മെഷർമെൻറ്റിനുള്ള കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ നിങ്ങളടുത്ത് കോൺഫ്ലോർ ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. കോൺഫ്ലോർ ഇല്ലെങ്കിലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് നമ്മൾ കേക്കിനൊരു സ്റ്റിഫ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇതില്ലെങ്കിലും ഇട്ടാലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ അതിൻ്റെ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2-3 വട്ടമായിട്ട് അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവെന്ന് വെച്ചാൽ നമ്മൾ മൈദ എടുത്ത ആ 1 കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ വലിയ തരിയാണെങ്കിൽ അങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഡയറക്റ്റ് ഈ മുട്ടയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ ടൈമൊന്നും ബീറ്റ് ചെയ്യണ്ട. ഈ ഓയിൽ ഈ കേക്ക് ബാറ്ററിൻ്റെ എല്ലായിടത്തും മുട്ടയുടെ മിക്സിലെല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ എടുത്ത് കളയാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സ്ലോയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് 3 വട്ടമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ 3ാമത്തെ ട്രിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിന് കുറച്ച് തിക്ക് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലൊന്നും ഒഴിച്ചിട്ടില്ല. ആ ഒരു മിക്സിൽ തന്നെയാണ് ഇപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ബാറ്റർ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലാക്കിയതിന് ശേഷം. എന്നിട്ട് അതിലാണ് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും അതേപോലെ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ കേക്ക് ടീനിലോ ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലും ഇതൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിതൊരു 40 മിനിറ്റോളം വെച്ചിട്ടുണ്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അപ്പോൾ 40 മിനിറ്റിന് ശേഷം എടുത്തതാണിത്. അപ്പോൾ ഇത് ഒരു തുപ്പിക്കൊണ്ട് കൊത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കുറച്ചൊരു വേവ് കുറവാണെങ്കിൽ അതിൻ്റെ സ്റ്റിക്കിൽ പറ്റി പിടിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് ചൂടോട് തന്നെ ഇങ്ങനെ വിടുവിച്ചെടുക്കാം. അല്ലെങ്കിൽ അരികൊക്കെ ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പോൾ ഇത് ഞാൻ ചൂടോട് തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഞാൻ ചൂടോട് തന്നെയാണ് ബട്ടർ പേപ്പർ മാറ്റിയത്. അപ്പോൾ നിങ്ങൾ കുറച്ച് തണുത്തിട്ട് മാറ്റിയാലും മതി. അപ്പോൾ നമ്മളെ കേക്ക് ഇതാ ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല കറക്റ്റ് വേവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ കേക്കിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ പാത്രത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 30 മിനിറ്റിന് ശേഷം എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ കേക്കിന് ചുറ്റുമായിട്ട് ഒരു കത്തി എടുത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറാണ് ഇതേപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു നൂലില്ലേ, ഇതെടുത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തോട് കണക്കാക്കി പിടിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക.
അപ്പോൾ നമുക്ക് കറക്റ്റിലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കത്തിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഐസിങ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം ഇവിടെ ഷുഗർ സിറപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് വെച്ചാൽ 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതൊരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്ന് ഒന്ന് കമത്തി കഴിഞ്ഞാൽ വീയാത്ത തരത്തിലായാലാണ് ഇതിൻ്റെ കറക്റ്റ് വിപ്പിടായി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കണം, എന്നാലാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്, കേക്ക് ബോർഡ്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തെ ലെയറാണ് ഞാനിപ്പോൾ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് എല്ലായിടത്തും ആക്കി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും ഷുഗർ സിറപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രീമിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ സെൻറ്ററിലുള്ള പീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ഫില്ല് ചെയ്യുക. അതിനുശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം ഏറ്റവും മുകളിലോട്ടായിട്ട് ഞാനിപ്പോൾ നമ്മൾ അടിഭാഗത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തും ഷുഗർ സിറപ്പ് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഷുഗർ സിറപ്പ് നന്നായിട്ട് എല്ലായിടത്തും ആയാലാണ് നമ്മൾ കേക്കിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് ക്രീം എല്ലായിടത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെയുള്ള എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രീം എല്ലായിടത്തും സ്പ്രെഡാക്കിയെന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ ഇതേപോലുള്ളൊരു കാർഡ് എടുത്ത് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇല്ലാതൊരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലെങ്കിൽ എക്സ്ട്രാ ഷീറ്റ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കത്തി വെച്ചിട്ടും ചെയ്യാം. പക്ഷെ കുറച്ച് സമയമെടുത്ത് ഒന്ന് സാവധാനം ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ സൈഡും ഒക്കെ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം എടുത്തതാണിത്. അതിനുശേഷം വീണ്ടും ഞാനിതാ അതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും ക്രീമൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടുവാണ്. അതേപോലെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ നല്ല ക്ലിയറിൽ നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് സൈഡിലും ഞാൻ അതേപോലെ ക്രീം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും കാർഡ് കൊണ്ട് ലെവൽ ചെയ്ത് കൊടുത്ത് നല്ല കേക്കിനൊരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം ഐസിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമ വേണം, എന്നാലാണ് നമുക്ക് കറക്റ്റിലായി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാനിത് ഒരുവിധം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലോട്ടൊക്കെ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ ഇതാ ഞാൻ ചുറ്റും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു ബോർഡർ കൊടുക്കാം. അപ്പോൾ അതിന് ഐസിങ് ബാഗിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോർഡർ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ മുകളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഇതേപോലെ ചുറ്റും ഫ്ലവർ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടുക്കിലായിട്ടും കുഞ്ഞു കുഞ്ഞു ഫ്ലവറാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് നമ്മളെ 50K സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് 50K സെലിബ്രേഷന് നമ്മളൊരു പൈപ്പിംഗ് ജെല്ല് കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മളെ ചാനൽ. അപ്പോൾ അതിൽ നിങ്ങളും ആ സന്തോഷത്തിൽ നിങ്ങളും ഒന്ന് പങ്കുചേരുക. അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇനിയും ഇടുന്നതാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതിലൊരു കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഐസിങ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിലും അതേപോലെ സോഫ്റ്റിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നവരുടെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരു ബെല്ലൈക്കണും കാണും, ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.